ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ വൈദ്യുത രസതന്ത്രം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിൽ ഓക്സീകരണവും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. എന്നാൽ ഗാൽവനിക് സെല്ലിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഓക്സീകരണം നടക്കുന്നത് ആനോഡിനെ നെഗറ്റീവ് ഇലക്ട്രോഡായി കൺസിഡർ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഓക്സീകരണം നടക്കുന്ന ആനോഡിനെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരോക്സീകരണം നടക്കുന്ന കാഥോഡിനെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗാൽവനിക് സെല്ലിൻ്റെ മാത്രം ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ്. മോൾട്ടൻ NaCl, മോൾട്ടൻ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്വസ് NaClൻ്റെ വൈദ്യുത വിശ്ലേഷണം കൂടി പഠിക്കാനുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം മോൾട്ടൻ NaCl അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചൂടാക്കിയിട്ടുള്ള NaCl ആണ്. മനസ്സിലാവുന്നുണ്ടോ? ചൂടാക്കി ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള NaCl ആണ് ഈ മോൾട്ടൻ NaCl അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അക്വസ് NaCl ഉണ്ട്. അതായത് ജലത്തിൽ ലയിപ്പിച്ചതാണ് അക്വസ് NaCl എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജലീയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉരുകിയ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ മോൾട്ടൻ NaCl എന്ന് വെച്ചാൽ ചൂടാക്കി ലയിപ്പിച്ച അല്ലെങ്കിൽ ഡയല്യൂട്ട് ചെയ്ത NaCl ആണ്. ചൂടാക്കി ഡയല്യൂട്ട് ചെയ്ത NaCl. ഓക്കെ, ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡിൽ വൈദ്യുതി കടത്തിവിടില്ല. കാരണം അതിൻ്റെ അയോണുകൾക്ക് നിശ്ചിത സ്ഥാനങ്ങളിൽ കമ്പനം ചെയ്യാനാകുമെങ്കിലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല അല്ലേ. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ അവിടുത്തെ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? ക്ലോസ്ലി പാക്ക്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് വൈദ്യുതി കടത്തിവിടുന്നില്ല. കാരണം അതിൻ്റെ അയോണുകൾക്ക് നിശ്ചിത സ്ഥാനങ്ങളിൽ കമ്പനം ചെയ്യാനാകുമെങ്കിലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഉരുകിയ NaCl ഒരു മികച്ച വൈദ്യുത ചാലകമാണ്. അതിൻ്റെ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളെ നേർധാര വൈദ്യുത സ്രോതസ് എന്ന് വെച്ചാൽ DC, ഓക്കെ, വൈദ്യുത സ്രോതസ് വയറുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളെ നേർധാര വൈദ്യുത സ്രോതസ്സുമായി വയറുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചിത്രം കണ്ടോ? 5.8 കണ്ടല്ലോ. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ 2 ഉണ്ട്. അതിന് എന്താ ചെയ്തേക്കുന്നത്? DC ആയിട്ടാണ് അല്ലേ. DC അല്ലെ നേർധാര വൈദ്യുതി സ്രോതസ്സുമായിട്ടാണ് ആ രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ എന്ത് ചെയ്യുന്നു? താഴ്ത്തി വയ്ക്കുന്നു. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളുണ്ട്. അവ എന്തായത് നേർധാര വൈദ്യുത സ്രോതസ്സുമായിട്ട് വയറുകൾ വഴി ബന്ധിപ്പിച്ച ശേഷം ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വൈദ്യുതി പ്രവഹിക്കുകയാണ്. ആ സമയത്ത് ഇളം പച്ച നിറത്തിലുള്ള ക്ലോറിൻ വാതകം ആനോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള ക്ലോറിൻ വാതകം കണ്ടോ? കുമിള രൂപത്തിലൂടെ ഗ്രാഫൈറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഫോം ചെയ്തിരിക്കുന്നുണ്ടോ? ആനോഡിൽ ഫോം ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഉരുകിയ വെള്ളി നിറത്തിലുള്ള സോഡിയം കാഥോഡിൽ രൂപപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 2 ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇളം പച്ച നിറത്തിലുള്ള ക്ലോറിൻ വാതകം ആനോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നു. അതുപോലെ ഉരുകിയ വെള്ളി നിറത്തിലുള്ള സോഡിയം കാഥോഡിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ അയോണുകൾ ഏതൊക്കെയാണ്? അത് അവിടെ തന്നിട്ടുണ്ട്. Na+ഉം Cl- ആണ്. Na+, Cl- ഇങ്ങനെ 2 രീതിയിലുള്ള അയോണുകളാണ്. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ആണ് ഫോം ചെയ്യുന്നത്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് ആനോഡിൽ നടക്കുന്നത്? ഓക്സീകരണമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കാഥോഡിലാണെങ്കിൽ നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സീകരണം നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാഥോഡിൽ നിരോക്സീകരണം സംഭവിക്കും. ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിൽ ഓക്സീകരണവും സംഭവിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ 2ൻ്റെയും രാസപ്രവർത്തനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ? ഓക്കെ, ആനോഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി നോക്കാം. എങ്ങനെയാണ്? ക്ലോറിൻ എന്താ ചെയ്യുന്നത്? ക്ലോറിൻ അയോൺ ആണല്ലോ അല്ലേ. ക്ലോറിൻ അയോൺ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറിനായിട്ട് ഫോം ചെയ്തിട്ട് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്. 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നിരോക്സീകരണം സംഭവിക്കുന്നത് കാഥോഡിലാണ്. കാഥോഡിലുള്ളത് ഏത് രീതിയിലാണ് സംഭവിക്കുക? നമുക്ക് നോക്കാം.
Na+ അയോൺ ആണ് അല്ലേ. Na+ അയോൺ ആണ് എന്ത് ചെയ്യുന്നത് കാഥോഡിൽ എന്താ വന്നത്, വെള്ളി നിറത്തിലുള്ള സോഡിയം അക്യുമുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോഡിയം കാഥോഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് Na+ അയോൺ ആയിരുന്നു ആ ജലീയ ലായനിയിൽ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അതെന്തായി മാറും, സോഡിയമായിട്ട് മാറും. വെള്ളി നിറത്തിലുള്ള സോഡിയമായിട്ട് മാറും. അതെവിടെ വന്ന് പറ്റിപ്പിടിക്കും, കാഥോഡിൽ വന്ന് പറ്റിപ്പിടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, കാഥോഡിൽ രൂപപ്പെടുന്നു. ഇനി ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിച്ചത്, സോഡിയം ലഭിച്ചു, അതുപോലെ തന്നെ ക്ലോറിൻ വാതകവും ലഭിച്ചു. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞത് മോൾട്ടൺ NaClൻ്റെ കേസാണ്. അവിടെ ആനോഡിൽ ഓക്സീകരണം നടന്നപ്പം ക്ലോറിൻ വാതകവും 2 ഇലക്ട്രോൺസുമാണ് റിലീസായത്. അതുപോലെ തന്നെ കാഥോഡിലാണെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു. സോഡിയം അയോൺ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് വെള്ളി നിറത്തിലുള്ള സോഡിയമായിട്ട് ഫോം ചെയ്തു. അത് കാഥോഡിൽ രൂപപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ജലീയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ്. ജലീയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പം അക്വസ് NaCl ആണ്. അതായത് ജലത്തിൽ ലയിപ്പിച്ച NaClൻ്റെ കേസാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, NaCl ഖരാവസ്ഥയിലുള്ള NaCl ചൂടാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എന്ത് ചെയ്തത്, മോൾട്ടൺ NaCl ഉരുകിയ NaClൻ്റെ വൈദ്യുത വിശ്ലേഷണം പഠിച്ചത്. ഇവിടെ NaCl എടുത്ത് വെച്ചിട്ട് ജലത്തിൽ ലയിപ്പിക്കുന്ന കേസാണ്. ഓക്കെ, അതാണ് ജലീയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പാണ് ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സെല്ലിൻ്റെ ഇലക്ട്രോഡുകളിൽ അനുയോജ്യമായ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ചുവടെ നൽകിയിരിക്കുന്നവ നിരീക്ഷിക്കാനാവും. എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കാനായിട്ട് തന്നിരിക്കുന്നത്, അതായത് ജലീയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. ഏതാണ്, ഹൈഡ്രജൻ വാതകം കാഥോഡിൽ സ്വതന്ത്രമാകുന്നുണ്ട്. ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യുന്നുണ്ട്, കാഥോഡിൽ സ്വതന്ത്രമാകുന്നുണ്ട്. ഫിനോഫ്തലിൻ സൂചകം ലായനിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കാഥോഡിന് ചുറ്റുമുള്ള ലായനി പിങ്ക് നിറമാകുന്നത് കാണാം. അതായത് ലായനി ബേസിക സ്വഭാവമുള്ളതാണ് എന്നാണ് അർത്ഥം അല്ലേ. ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ പിങ്ക് നിറത്തിലുണ്ടെങ്കിൽ ആ ലായനി ഏതാണ്, ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. pHൻ്റെ കാര്യമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 2, ആനോഡിൽ എന്താ ചെയ്യുന്നത്, ക്ലോറിൻ വാതകമാണ് റിലീസാവുന്നത്. ആനോഡിൽ ക്ലോറിൻ വാതകം, അതായത് മോൾട്ടൺ NaClൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആനോഡിൽ ക്ലോറിൻ വാതകമാണ് സ്വതന്ത്രമാകുന്നത്. പക്ഷേ ഇവിടെ കാഥോഡിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അവിടെ എന്താണ്, ഹൈഡ്രജൻ വാതകമാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ജലീയ ലായനിയിലാണെങ്കിലും അല്ലെങ്കിൽ മോൾട്ടൺ NaClൻ്റെ കേസിലാണെങ്കിലും ഇവിടെ ആനോഡിൽ ക്ലോറിൻ വാതകമാണ് സ്വതന്ത്രമാകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാഥോഡിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. കാഥോഡിൽ മോൾട്ടൺ NaClൻ്റെ കേസാണെങ്കിൽ സോഡിയമാണ് റിലീസ് ആവുന്നത്. പക്ഷേ അക്വസ് NaClൻ്റെ കേസിലാണെങ്കിൽ ഹൈഡ്രജൻ വാതകമാണ് കാഥോഡിൽ സ്വതന്ത്രമാകുന്നത്. ഓക്കെ ആണേ. ഇനി ക്ലോറൈഡ് അയോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനോഡിൽ ക്ലോറിൻ വാതകമായിട്ട് ഓക്സീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അല്ലേ, നമ്മൾ കണ്ടു. അപ്പം ഇനി അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതണ്ടല്ലോ, അറിയാമല്ലോ, നമുക്കൊന്ന് എഴുതാമെന്ന. ക്ലോറിൻ ഗീവ്സ് Cl2 + 2 ഇലക്ട്രോൺ എന്ന രീതിയിലാണ് എന്ത് സംഭവിക്കുക, ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് കാഥോഡിലാണെങ്കിലോ, കാഥോഡിൽ നിരോക്സീകരിക്കപ്പെടുന്നത് Na+ഉം H2O എന്നിവയിൽ ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിരോക്സീകരണം സംഭവിക്കുന്ന ഏതിനാണ്, 2H2O. ഈ 2H2O എന്ത് സംഭവിക്കും, 2H2O 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് H2ഉം അതുപോലെ 2OH- ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്, കാഥോഡിൽ സംഭവിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് എന്ത് ഫോം ചെയ്തത്, ഈ ഒരു ഹൈഡ്രജൻ ഫോം ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാഥോഡിൽ H2O തന്മാത്രകൾ നിരോക്സീകരിക്കപ്പെടുന്നതിലൂടെ ഹൈഡ്രജൻ വാതകം OH- അയോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. നിരോക്സീകരണ പ്രവർത്തന സമവാക്യമാണ് നൽകിയിരിക്കുന്നത്. നോക്കുക, അവിടെ റിലീസ് ചെയ്യുന്നത് ഹൈഡ്രജൻ വാതകമാണ്. ഓക്കെ, ഇനി സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഹൈഡ്രജൻ, ക്ലോറിൻ എന്നീ വാതകങ്ങളും NaOHൻ്റെ ജലീയ ലായനി എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ ബാക്കി Na ഉണ്ടല്ലോ, ഈ Na-യും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ OH കൂടെ ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുക, NaOH ഫോം ചെയ്യുന്നത്. ആ NaOH ഫോം ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത്, ക്ലോറാൽക്കലി പ്രവർത്തനം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിക്കും കേട്ടോ, ഇതിലൊരു 6ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, അതോ 7ലാണോ, ഈ നമ്മുടെ CRTയിൽ തന്നെ വരുന്നുണ്ട് ക്ലോർ ആൽക്കലി പ്രവർത്തനം NaOH.
അപ്പോൾ NaOH ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്ന പ്രവർത്തനം. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ജലീയ ലായനി കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ജലീയ ലായനി ബാഷ്പീകരിച്ചിട്ട് നമുക്ക് ഖരാവസ്ഥയിലുള്ള NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നോക്കി, ആനോഡിൽ ഫോം ചെയ്യുന്നത് രാസമാറ്റം സംഭവിച്ചത് എന്താ ചെയ്തത്? ക്ലോറിൻ അയോൺ ക്ലോറിനായിട്ട് മാറുന്നു, ക്ലോറിൻ വാതകം റിലീസ് ചെയ്യുന്നു. കാഥോഡിലാണെങ്കിൽ ഹൈഡ്രജൻ വാതകവും റിലീസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ മനസ്സിലാക്കുക, മോൾട്ടൺ NaCl കേസിലാണെങ്കിൽ ആനോഡിൽ എന്ത് സംഭവിക്കും? രണ്ടിലും ക്ലോറിൻ വാതകമാണ് റിലീസ് ആവുന്നത്. രണ്ട് കാര്യങ്ങളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. മോൾട്ടൺ NaCl കേസിലാണെങ്കിലും അക്വസ് NaCl കേസിലാണെങ്കിലും ആനോഡിൽ ക്ലോറിൻ വാതകമാണ് ഫോം ചെയ്യുന്നത്. ഇനി അക്വസ് NaCl കേസിൽ കാഥോഡിൽ ഹൈഡ്രജൻ വാതകമാണ് റിലീസ് ആവുന്നത്. പക്ഷേ മോൾട്ടൺ NaCl കേസിൽ വെള്ളി നിറത്തിലുള്ള സോഡിയമാണ് കാഥോഡിൽ രൂപപ്പെടുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് വൈദ്യുത ലേപനം. ഓക്കെ, അപ്പോൾ ഈ വൈദ്യുത ലേപനത്തിലൂടെ ഉണ്ടാകുന്ന ആവരണം എന്ത് ചെയ്യും? ആ ലോഹത്തിന് ഭംഗിയൊക്കെ കൂട്ടും കേട്ടോ. അതുപോലെ തന്നെ ലോഹനാശനം ചെറുക്കാനൊക്കെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആവരണം ചെയ്യപ്പെടേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും ഏത് ലോഹം കൊണ്ടാണോ ലേപനം ചെയ്യേണ്ടത് അതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുക. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇങ്ങനെ ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ വൈദ്യുത ലേപനത്തിലൂടെ ആവരണം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ആ ഫോം ചെയ്യുന്ന ആ ഒരു ആവരണം ലോഹത്തിന് ഭംഗി കൂട്ടുന്നു, ലോഹനാശനം തടയുന്നു. അപ്പോൾ ലോഹനാശനം തടയാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? വൈദ്യുത ലേപനം. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് ആവരണം ചെയ്യപ്പെടേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം അത് ബന്ധിപ്പിക്കുക. അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ഏത് ലോഹം കൊണ്ടാണോ ലേപനം ചെയ്യേണ്ടത് അതിനെ ബന്ധിപ്പിക്കുക. ഇനി ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായിട്ടും ഉപയോഗിക്കുക. ഇനി ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം വെള്ളിയാണെങ്കിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ലായനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് ഉപയോഗിക്കാം. അതും സിൽവർ സയനൈഡ് ലായനിയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു മിശ്രിതമാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്നുകിൽ സിൽവർ നൈട്രേറ്റ് ലായനി പ്ലസ് സിൽവർ സയനൈഡ് ലായനി, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് ലായനി പ്ലസ് സിൽവർ സയനൈഡ് ലായനി. ഇനി സ്വർണ്ണമാണ് ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം എന്നുണ്ടെങ്കിൽ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് ലായനിയുടെയും കൂടെ മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ അല്ലെങ്കിൽ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഉപയോഗങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ലോഹങ്ങളുടെ നിർമ്മാണം. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലുമിനിയം പോലെയുള്ള ലോഹങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവയുടെ ചില സംയുക്തങ്ങൾ വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ട് നമുക്ക് ഈ പറയുന്ന ലോഹങ്ങളൊക്കെ നിർമ്മിക്കാം. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലുമിനിയം പോലെയുള്ളവ. അതുപോലെ അലോഹങ്ങളുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നുണ്ട്. ഇനി സംയുക്തങ്ങളുടെ നിർമ്മാണം. ഏതൊക്കെ സംയുക്തങ്ങളാ? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയുടെ നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നു. ഇനി വൈദ്യുത ലേപനം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണ് കേട്ടോ. വൈദ്യുത ലേപനം എന്ന് പറയുമ്പോൾ സ്വർണം പൂശിയ ആഭരണങ്ങൾ, വെള്ളി പൂശിയ ആഭരണങ്ങൾ, ക്രോമിയം പൂശിയ ഇരുമ്പ് വസ്തുക്കൾ എന്നിവ വൈദ്യുത ലേപനം വഴിയാണ് നിർമ്മിക്കുന്നത്. ഇനി ലോഹ ശുദ്ധീകരണം. കോപ്പർ, സ്വർണം തുടങ്ങിയ ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിൽ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 5 പോയിന്റ്സ് ആണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഉപയോഗങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, വൈദ്യുത ലേപനം, ലോഹ ശുദ്ധീകരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. വൈദ്യുത രാസസെല്ലുകൾ ഊർജ സ്രോതസ്സുകളായി നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ സ്വതന്ത്രമാകുന്ന ഊർജത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉപകരണമാണ് സെല്ല്. എന്ന് പറയുന്നത് ഒരു വൈദ്യുതിയുടെ സോഴ്സാണ് അല്ലേ. ഒരു രാസപ്രവർത്തനത്തിൽ സ്വതന്ത്രമാകുന്ന ഊർജത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉപകരണമാണ് സെല്ല്.
അപ്പോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെല്ലുകൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഒന്ന് പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ്സുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ബട്ടൺ സെല്ലുകൾ മുതൽ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ലുകൾ വരെ ഇവയ്ക്ക് ഉദാഹരണമാണ്. കൊണ്ടു നടക്കാൻ കഴിയുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ്സുകളാണ്, പോർട്ടബിളാണ്. ഇനി അടുത്തത് ഒരു ബാഹ്യ സ്രോതസ്സ് നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സംഭരണികളായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഇപ്പോൾ വൈദ്യുത വാഹനങ്ങൾ ഓടുന്നത് അടിയന്തര വൈദ്യുത വിതരണത്തിന്, സൗരോർജ്ജ വൈദ്യുത സംഭരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള സെല്ലുകൾ, ഒരു ബാഹ്യ സ്രോതസ്സ് നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സംഭരണികളായിട്ട് പ്രവർത്തിക്കുന്ന സെല്ലുകളുമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള സെല്ലുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കൊണ്ട് നടക്കാൻ കഴിയുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്നവയുണ്ട്. അതുപോലെ ഒരു ബാഹ്യ സ്രോതസ്സ് നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ സംഭരണികളായി പ്രവർത്തിക്കുന്നവയുമുണ്ട്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ പഠിക്കുന്നതാണ് വിവിധ തരം സെല്ലുകളെക്കുറിച്ച്. പ്രൈമറി സെല്ലുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സെക്കൻഡറി സെല്ലുകളും ഉണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി സെല്ല്? പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് കഴിയുമ്പോൾ സെല്ലുകൾ നിർജ്ജീവമാവും. അതായത് വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. ഇത്തരം സെല്ലുകളെ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് ഡ്രൈ സെൽ, ബട്ടൺ സെൽ എന്നിവയൊക്കെ. ക്ലോക്കുകളിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്രൈ സെല്ലാണ്. നമ്മളത് ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതാവുമ്പോൾ ആ ഒരു സെല്ല്, ബാറ്ററി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും സെല്ല് എന്നാണ് പറയേണ്ടത് അല്ലേ. സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ബാറ്ററി ആവുന്നത്. അപ്പോൾ ആ ഒരു സെല്ല് നമ്മൾ എന്ത് ചെയ്യും? വലിച്ചെറിയും. ക്ലോക്കുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലാണ്, വാച്ചുകളിൽ ബട്ടൺ സെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി സെല്ല് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകളാണ് ഏത്? സെക്കൻഡറി സെല്ല്. സെക്കൻഡറി സെല്ല് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി സെല്ലാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ല്. ഇമ്പോർട്ടൻ്റ് ആണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ല് എന്താണ്? ഒരു സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിക്കൽ കാഡ്മിയം സെല്ലും ഒരു സെക്കൻഡറി സെല്ലാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന സെക്കൻഡറി സെല്ലുകളാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. ലിഥിയം അയോൺ ബാറ്ററികൾ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ലിഥിയം അയോൺ ബാറ്ററികളാണ്. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള ഉപകരണങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളായി ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നത് ഉയർന്ന ഊർജ്ജ സാന്ദ്രത, ദൈർഘ്യമേറിയ ആയുസ്, കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക് എന്നീ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ്. ബഹിരാകാശ പേടകങ്ങളിലെ ഊർജ്ജ സംവിധാനത്തിലെ ഒരു നിർണായക ഘടകമായ ഉപഗ്രഹ ബാറ്ററിയായും ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫ്യൂവൽ സെല്ലാണ്, ഇന്ധന സെല്ലുകൾ. എന്താണ് ഫ്യൂവൽ സെല്ല്? ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായി ലഭിക്കുന്ന രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാൽവനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ. അപ്പോൾ ഗാൽവാനിക് സെല്ലുകളുടെ മറ്റൊരു ഫോമാണ് എന്ത്? ഇന്ധന സെല്ലുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായി ഉണ്ടാവുന്ന രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ രൂപകൽപ്പന ഗാൽവാനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ. ഇന്ധനം നൽകുന്നിടത്തോളം സമയം ഇത്തരം സെല്ലുകൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഉയർന്ന കാര്യക്ഷമതയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഉയർന്ന കാര്യക്ഷമതയോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ഇന്ധന സെല്ലുകളുടെ ഒരു മേന്മയാണ്. കണ്ടോ? ഇനി ലിഥിയം അയോൺ ബാറ്ററിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പ്, ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലേ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൊക്കെ ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉയർന്ന ഊർജ്ജ സാന്ദ്രത, ദൈർഘ്യമേറിയ ആയുസ്, കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക്. കൂടാതെ തന്നെ ബഹിരാകാശ പേടകങ്ങളിലെ കാര്യവും പറഞ്ഞു അല്ലേ. ബഹിരാകാശ പേടകങ്ങളിൽ ഊർജ്ജ സംവിധാനത്തിലെ നിർണായക ഘടകമായിട്ടുള്ള ഉപഗ്രഹ ബാറ്ററി ആയിട്ടും ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുമ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തന തത്വം എന്ന് പറയുമ്പോൾ ഈ ലിഥിയം അയോണുകളുടെ ചലനമാണ്. ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഇനി ലിഥിയം അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിൽ ഒരു ദ്രാവക പോളിമർ ഇലക്ട്രോലൈറ്റിലൂടെ ചലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിഥിയം അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിൽ ഒരു ദ്രാവക അല്ലെങ്കിൽ ഒരു ജെൽ പോളിമർ ഇലക്ട്രോലൈറ്റിലൂടെ ചലിക്കുന്നു. ഇനി
ഒരു ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നീങ്ങുകയും, ഓർത്തു വയ്ക്കുക, ലിഥിയം അയോണുകളുടെ ചലനമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു. ലിഥിയം അയോണുകൾ മൂവ് ചെയ്യുന്ന ഇവിടുന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് നീങ്ങുന്നത്. ഈ പ്രക്രിയ മുഖേന ബാറ്ററിക്കുള്ളിൽ വൈദ്യുതോർജ്ജം സംഭരിക്കാനായിട്ട് കഴിയുന്നു. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് തിരികെ നീങ്ങുന്നു. ഇത് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതോർജ്ജം പുറപ്പെടുവിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി ലിഥിയം അയോൺ ബാറ്ററികളുടെ വികസനത്തിൽ നൽകിയ സംഭാവനകൾക്ക് സ്റ്റാൻലി വിറ്റിംഗ്ഹാം, അതുപോലെ ജോൺ ബി ഗുഡ് ഇനഫ്, അഖിര യോഷിനോ എന്നിവർക്ക് 2019 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2026 2019 നൊബേലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ SCERTയിൽ ബോക്സിലാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. 2019 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? എന്തിനു വേണ്ടിയിട്ട്? ലിഥിയം അയോൺ ബാറ്ററിയുടെ വികസനത്തിൽ നൽകിയ സംഭാവനകൾ അടിസ്ഥാനമാക്കി സ്റ്റാൻലി വിറ്റിംഗ്ഹാം, ജോൺ ബി ഗുഡ് ഇനഫ്, അഖിര യോഷിന എന്നിവർക്ക് 2019 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വൈദ്യുത രസതന്ത്രം എന്ന ന്യൂ SCERT ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ നമ്മൾ ന്യൂലി ലോഞ്ച് ചെയ്ത LP UP എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റാങ്കോറ 360 എന്ന പെയ്ഡ് ബാച്ച് ഓൾറെഡി നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 30 വരെ മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ഓക്കെ, ഈ വരുന്ന മൺഡേ മെയ് 11 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവരെല്ലാവരും ടെലഗ്രാം ID-യിലേക്ക് കോഴ്സ് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയയ്ക്കുക. സഡൻ റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പേയ്മെൻറ്റിന് ശേഷം ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളെ റാങ്കോറ 360 എന്ന പെയ്ഡ് ബാച്ചിലേക്ക് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതും അതിൻ്റെ ചാറ്റ് ഗ്രൂപ്പും അവൈലബിൾ ആക്കും. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വൈകാതെ തന്നെ ഗ്രൂപ്പിലേക്ക് ചേരുക. നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മെയ് 11 മൺഡേ ഓൺവേർഡ്സ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.